ഹായ് എല്ലാവർക്കും RR മൂവി ന്യൂസിലേക്ക് സ്വാഗതം. ഇത് പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക. കൂടാതെ ലൈക്ക്, ഷെയർ, കമന്റ്സ്, അതുപോലെ വീഡിയോസ് ഒക്കെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് ഒരുപാട് യുവതാരങ്ങളുണ്ട്, മികച്ച കഴിവുള്ള യുവതാരങ്ങൾ തന്നെയാണ് നമ്മൾക്കുള്ളത്. പക്ഷേ എല്ലാവർക്കും എല്ലാ സിനിമകളും വിജയിപ്പിക്കാൻ സാധിക്കാറില്ല. വല്ലപ്പോഴും സിനിമകൾ വിജയിപ്പിക്കുന്നു, ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെടുന്നു. അവിടെ വ്യത്യസ്തനായി നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പ്രണവ് മോഹൻലാലാണ്. മോഹൻലാലിന്റെ മകൻ എന്നുള്ള പരിഗണന പുള്ളിക്ക് ആദ്യ സിനിമയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് ആദി എന്ന ആദ്യ സിനിമയിൽ മാത്രമേ ആ പരിഗണന കിട്ടിയിട്ടുള്ളൂ. ആ സിനിമ ഭേദപ്പെട്ട സിനിമയായിരുന്നു, മികച്ച വിജയവും നേടി. പിന്നീടുള്ള സമയങ്ങളിൽ ആ പരിഗണന കിട്ടാറില്ല. അത് പ്രണവ് മോഹൻലാലിന്റെ കഴിവുകൊണ്ട് മാത്രം നേടിയെടുക്കുന്നതാണ്. അദ്ദേഹം 5 സിനിമകളിൽ മാത്രമേ നായകനായി അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ 4 സിനിമകളും വമ്പൻ ഹിറ്റാണ്. അതായത് വിജയ ശതമാനം 80% കൂടുതലാണ്. ആദ്യ സിനിമ ആദി വമ്പൻ വിജയമായി. പക്ഷെ രണ്ടാമത്തെ സിനിമ 21-ാം നൂറ്റാണ്ട് കനത്ത പരാജയമായി മാറി. അത് വളരെ മോശപ്പെട്ട ഒരു സിനിമയായിരുന്നു. മൂന്നാമത്തെ സിനിമ വിനീത് ശ്രീനിവാസനാണ് ഡയറക്റ്റ് ചെയ്തത്. കൊറോണ സമയത്താണ് സിനിമ റിലീസായത്. പക്ഷെ എന്നിട്ട് പോലും ആ സിനിമ 54 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. അതിനുശേഷം വന്ന സിനിമ അതേ ടീമിന്റെ തന്നെ വർഷങ്ങൾക്ക് ശേഷം മികച്ച സിനിമയായിരുന്നു. ഒരുപാട് ട്രോളെല്ലാം ഏറ്റുവാങ്ങിയ സിനിമയാണ്. പക്ഷെ എന്നിട്ടും സിനിമ 80 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. ഇപ്പോൾ DSR ഒരു ഹൊറർ സിനിമയാണ്, A സർട്ടിഫിക്കറ്റ് സിനിമയാണ്. എന്നിട്ട് കൂടി സിനിമ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ 70 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയെടുത്തു. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് തുടർച്ചയായി 3 സിനിമകളും അദ്ദേഹത്തിന്റെ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നുള്ളതാണ്. ഈ നേട്ടം ഇതിനു മുൻപ് സ്വന്തമാക്കിയ ഏക നടൻ ലാലേട്ടൻ മാത്രമാണ്. മോഹൻലാലിൻ്റെതായിട്ട് വന്ന 3 സിനിമകളും 50 കോടിക്ക് മുകളിൽ ഇതിനു മുൻപ് നേടിയെടുത്തിട്ടുണ്ട്. അതായത് തുടരും, എമ്പുരാൻ, ഹൃദയപൂർവ്വം, ഈ 3 സിനിമകളും 50 കോടിക്ക് മുകളിൽ തുടർച്ചയായി ലാലേട്ടൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രണവ് മോഹൻലാലും ആ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നു. ഇത് മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെ പ്രണവ് മോഹൻലാൽ മറ്റു യുവതാരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായി മാറുന്നു. മികച്ച സിനിമകൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യ സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയം മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു. മികച്ച പെർഫോമൻസ് അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും വരും സമയങ്ങളിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിക്കട്ടെ, വമ്പൻ വിജയങ്ങൾ അതിലൂടെ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് അഭിനയത്തോട് വലിയ താല്പര്യമില്ല, യാത്രകളോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. തീർച്ചയായും അദ്ദേഹത്തിന് അഭിനയത്തിൽ താല്പര്യമുണ്ടാവട്ടെ, സിനിമയെ സ്നേഹിക്കട്ടെ, ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്യട്ടെ, അതിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ള യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള നടൻ അത് പ്രണവ് മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ സിനിമ വരുമ്പോഴും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അത് ലാലേട്ടന്റെ മകൻ എന്നുള്ളതിലുപരി പ്രണവ് മോഹൻലാൽ ചിത്രം എന്ന രീതിയിലാണ് കാത്തിരിക്കുന്നത് എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.